السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد في كل لمحة ونفس بعدد كل معلوم له. الله سبحانه وتعالى حبيب رسول الله حق مشايخ അള്ളാഹു നാം പറയുന്നതും കേൾക്കുന്നതൊക്കെ സ്വലീഹായ സ്ഥലത്താണ് സ്വീകരിക്കട്ടെ. നാഫിയായ ഇൽമിനെ അള്ളാഹു നമുക്ക് പ്രധാനത്തിൽ തന്നെ. പ്രിയമുള്ളവരെ, നാം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ചു ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന വാക്കിന്റെ അർത്ഥങ്ങളൊക്കെ നമ്മൾ കുറഞ്ഞ രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു, ഒരു ഗുരുവിനെ നാം സ്വീകരിക്കേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചത്. ശരിക്കും ഒരു ഗുരുവിനെ സ്വീകരിക്കേണ്ടത് നമ്മുടെ റൂഹിന്റെ അമൽ കറക്റ്റാവാനാണ്, ശരിയാവാനാണ്, ചെയ്യാനാണ്. കാരണം നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഇസ്ലാം കാര്യങ്ങൾ 5 നാം പഠിക്കുന്നുണ്ട്. അത് പഠിപ്പിക്കാൻ മദ്രസകളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, കോളേജുകളുണ്ട്, ദർസുണ്ട്. ഈമാൻ കാര്യങ്ങൾ 6 കാര്യങ്ങളും അത് പഠിക്കാനും പഠിപ്പിക്കാനും ദർസുകളുണ്ട്, കോളേജുകളുണ്ട്, ഉസ്താദുമാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്ന 3ാമത്തെ കാര്യം, ആദ്യം ചോദിച്ചു, നബിയെ മൽ ഇസ്ലാമു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ഇസ്ലാം? പിന്നെ ചോദിച്ചു, മൽ ഈമാൻ യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ഈമാൻ? പിന്നെ ചോദിച്ചു, എന്താണ് നബിയെ ഇഹ്സാൻ എന്താണ്? 3ാമത് ചോദിച്ച കാര്യം ഇഹ്സാൻ. ഖുർആനിൽ പല സ്ഥലത്തും മുഹ്സിനീൻ മുഹ്സിനീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഹ്സിൻ, എന്താണ് ഇഹ്സാൻ? ഈ ഇഹ്സാനിന്റെ മാർഗത്തിലേക്ക് കടക്കണമെങ്കിൽ സർവ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ട് കാണാം, അതാണ് ശരിക്കും തസവുഫിന്റെ മേഖല. അവിടെയാണ് കിടക്കുന്നത്. അവിടെയാണ് ഒരു ഗുരുവിന്റെ ആവശ്യം. അവിടെയാണ് ആ മേഖലയിലേക്ക് ഒരാൾ കടക്കണമെങ്കിൽ ഇഹ്സാൻ എന്ന് പറയുന്ന സംഭവം, ആ ഒരു കാര്യം ഒരാളിൽ ഉണ്ടാവണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു മുറബ്ബിയായ ഷെയ്ഖ് ഉണ്ടാവൽ അനിവാര്യമാണ്, അദ്ദേഹത്തിന് നിർബന്ധമാണ്. അപ്പൊ ബേസിക് ക്വാളിറ്റി ആയിട്ട് ഒരാൾക്ക് ഇസ്ലാമും ഈമാനും ഉണ്ടാകാൻ നാം മുറബ്ബിയായ ഷെയ്ഖന്മാരെ തേടി പോകണമെന്നില്ല. ഇന്നോളം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ വല്ലിപ്പമാർ, നമ്മുടെ മുൻഗാമികളൊക്കെ എത്രയോ ആളുകൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നും ഉണ്ട് എത്രയോ സാധാരണക്കാരായ ആളുകൾ അള്ളാഹുവിനെയും റസൂലിനെയും അംബിയ ഔലിയായിനെയും വിശ്വസിച്ചുകൊണ്ട് 5 നേരം നമസ്കരിച്ചുകൊണ്ട് സക്കാത്തും ഹജ്ജൊക്കെ ചെയ്ത് ഈമാനിലായി ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്ക് അവരുടേതായ കുറവുകളും അവർക്ക് അവരുടേതായ പ്രത്യേകതകളും പദവികളും ഒക്കെ ഉണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ അറിവും നിലയും നിഷ്കളങ്കതയും അവരുടെ ആത്മാർത്ഥയും മനസ്സുവെച്ചു മുൻഗാമികൾ. ഇന്ന് വളർന്നു വരുന്ന സമൂഹത്തിൽ, ഇന്ന് വരുന്ന ന്യൂ ജനറേഷനിൽ നമുക്ക് കാണാൻ കഴിയില്ല. മുൻഗാമികളിൽ ഒട്ടേറെ പേർ ഈമാനിന്റെ അഹരികാരായിട്ട് കാണാൻ കഴിയും. എന്നാൽ ന്യൂ ജനറേഷൻ വളർന്നു വരുന്നത് വളരെ വളരെ സങ്കടകരമാണ്. കാരണം മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും മദ്രസയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ വിശ്വാസമില്ല എന്ന് തന്നെയല്ല, മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരിൽ തന്നെയും മൂല്യച്യുതികൾ വന്നിരിക്കുന്ന കാലഘട്ടം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഉലമാഉ സൂ, ചീത്ത പണ്ഡിതന്മാർ, ശർറു മൻ തഹത അദീമിസ് സമാ ശർറു മൻ തുളില്ലു. ഹബീബായ തങ്ങളുടെ വ്യക്തമായ ഹദീസുകൾ കാണാൻ കഴിയും. ആകാശത്തിന്റെ ചോട്ടിൽ ഏറ്റവും വൃത്തികെട്ടവന്മാർ, ഏറ്റവും മോശപ്പെട്ടവർ പണ്ഡിതന്മാരാകുന്ന, ചീത്ത പണ്ഡിതന്മാരാകുന്ന ഒരു കാലഘട്ടം വരാനുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ശുദ്ധ ഹദീസുകളിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, ആമീൻ. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കണം. അതുകൊണ്ട് നാം പറഞ്ഞു വന്ന കാര്യം, അപ്പോൾ മുൻഗാമികൾക്ക് ലഭിച്ചതുപോലെയുള്ള ആ ഒരു നൂറിയായ ഒരു ഇൽമ്, ഒരു നൂറ് ഇന്ന് ന്യൂ ജനറേഷന് കുട്ടികൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവരിൽ ആ ബേസിക് ക്വാളിറ്റി പോലും ഇല്ലാത്തൊരു കാഴ്ചയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുൻപ് അങ്ങനെയല്ല, ആ ബേസിക് ക്വാളിറ്റി ഉണ്ടായിരുന്നു, അവർക്ക് ഈമാൻ ഇസ്ലാമൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെയും പുറമെ ഒരാൾ ഇഹ്സാനിലേക്ക് കടക്കാൻ ഗുരു നിർബന്ധമാണ്. ഗുരുവില്ലാതെ, ഒരു മുറബ്ബിയായ ഷെയ്ഖ് ഇല്ലാതെ ഒരാൾക്ക് ഇഹ്സാൻ അനുഭവിച്ചറിയാൻ സാധ്യമല്ല. അപ്പൊ എന്താണ് ഇഹ്സാൻ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്, നീ അല്ലാഹുവിനെ ആരാധിക്കുക, കഅന്നക തറാഹു, നീ അവനെ കാണുന്നത് പോലെ.
ഫൈലം തകുൻ തറാഹു ഫൈന്നഹു യറാക്. ഇനി നീ അവനെ കാണുന്നില്ലെങ്കിലും ഫൈന്നഹു യറാക്, അവൻ നിന്നെ കാണുന്നുണ്ട്. നീ അവനെ കാണുന്നത് പോലെ അവനെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. ഇനി അവിടേക്ക് നിനക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും, നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്നൊരു ചിന്തയിൽ നിനക്ക് ഈ വാർത്തെടുക്കാൻ കഴിയില്ല. ഇത് നമ്മളിലേക്ക് അനുഭവിപ്പിച്ച് നമ്മെ ഈ ഒരു പാതയിലേക്ക് കൊണ്ടുപോകുന്ന ഈ ഒരു രീതിയിൽ നമ്മെ എത്തിക്കുന്നവരാണ് മുറബ്ബിയായ മശായിഖ്. അതിനു വേണ്ടിയിട്ടാണ് ശൈഖന്മാരെ നിൽക്കുന്നത്. അപ്പൊ ചോദിക്കും, ഈ ഒരു സംഭവം ഷെയ്ഖില്ലാതെ പറ്റൂലേ? പറ്റൂല. ചരിത്രങ്ങൾ അങ്ങനെയാണ്, പറ്റൂല. അത് എത്രയോ വലിയ വലിയ മഹാപണ്ഡിതന്മാർ ലോകത്തുണ്ടായി, കഴിഞ്ഞു പോയിട്ടുണ്ട്. ഷെയ്ഖില്ലാതെ, ഒരു മുറബ്ബിയായ ഷെയ്ഖിനെ പിടിക്കാതെ അവർക്ക് പോലും സാധിച്ചിട്ടില്ല, ആ ഒരു സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചില്ല. എല്ലാവരും സ്വീകരിച്ചു, ഒരു മുറബ്ബിയായ ഷെയ്ഖിനെ എല്ലാവരും സ്വീകരിച്ചു. കാരണം എന്താണെന്നറിയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, അഅദാ അദുബിക നഫ്സുകല്ലതി ബൈന യദൈക ബൈന നഫ്സുകല്ലതി ബൈന ജംബൈക നഫ്സുകല്ലതി ബൈന യദൈക. ഹബീബായ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആശയം ഇതാണ്, നിന്റെ ഏറ്റവും വലിയ ശത്രു, നിന്റെ ഏറ്റവും വലിയ ശത്രു നിന്റെ നഫ്സ് തന്നെയാണ്. ജിഹാദ് എന്ന പദമൊക്കെ വല്ലാതെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിലാണല്ലോ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ജിഹാദ്? ജിഹാദ് എന്താണ്? ജിഹാദു നഫ്സ്, സ്വന്തം നഫ്സിനോട്, തടീച്ചയോട്, സ്വന്തം ശരീരത്തോട് എന്ന് പറഞ്ഞാൽ സ്വന്തം ആ ഇച്ഛ, തടീച്ച, നഫ്സ് എന്ന് പറയുന്ന ആ ഒരു ബോധം നമ്മളിലുണ്ട്. അതിനോട് ചെയ്യുന്ന ജിഹാദാണ് ജിഹാദുൽ അക്ബർ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? ബദർ യുദ്ധം കഴിഞ്ഞ് വരുന്ന സ്വഹാബത്തിനോട്. നാം ചെറിയ യുദ്ധം കഴിഞ്ഞ് ഇനി വലിയ യുദ്ധത്തിലേക്കാണ് വരുന്നത് എന്ന് പറഞ്ഞു സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു, നബിയെ ഇനി എന്താ ഇനി വലിയ യുദ്ധമാണ്? അപ്പോഴല്ലേ പറഞ്ഞത്, നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവിനെ നിങ്ങൾ യുദ്ധം ചെയ്ത് തോൽപ്പിക്കലാണ് ഏറ്റവും വലിയ യുദ്ധം. അതേതാണ് യുദ്ധം? നമ്മുടെ സ്വന്തം ജിഹാദുൻ നഫ്സല്ലേ, സ്വന്തം ശരീരത്തോട്, സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന യുദ്ധമാണ് ഏറ്റവും വലിയ യുദ്ധം. എന്താണത്? സ്വന്തം ശരീരം. ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, ശരീരം തെറ്റുകൾ കൊണ്ട് വല്ലാതെ കൽപ്പിക്കും. നമ്മുടെ ശരീരം തെറ്റുകൾ കൊണ്ടാണ് കൽപ്പിക്കുക. നമ്മുടെ ശരീരത്തിന് ഹദ്ദുൻ നഫ്സ് എപ്പോഴും ബാക്കിയുണ്ടാവും. നഫ്സിന് ഒരു സുഖമുണ്ട്, ഒരു ഹദ്ദുണ്ട്. ആ ഹദ്ദുൻ നഫ്സ് പലതിലും ഉണ്ടാവും, നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. ഈ നഫ്സ് നിലനിൽക്കുന്ന കാലത്തോളം, ഈ ഹദ്ദുൻ നഫ്സ് ബാക്കിയുള്ള കാലത്തോളം അള്ളാഹുവിനെ നമുക്ക് പ്രാപിക്കാൻ, അള്ളാഹുവിലേക്ക് എത്താൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അതവിടെ ഹിജാബായിട്ട് മറയായിട്ട് നടക്കുന്നത്. എത്ര വലിയ പണ്ഡിതന്മാരാണെങ്കിലും ഹദ്ദുൻ നഫ്സ് ബാക്കിയുണ്ടെങ്കിൽ സാധിക്കില്ല. ചരിത്രങ്ങൾ അങ്ങനെയല്ലേ? ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു, അതുപോലെ ഒരു പണ്ഡിതൻ ലോകത്തുണ്ടായിട്ടുണ്ട്. ചരിത്രത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ, എന്റെ വക പറയുകയല്ല, എല്ലാ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയില്ലേ? ബഹുമാനമുള്ള ഗൗസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പോലും പറഞ്ഞില്ലേ, യാ ഗസാലി ഇമാമിന്റെ യഹ്യ നിങ്ങൾ പാരായണം ചെയ്യണം. കാരണം 100 കൊണ്ട് ഖൽബ് പ്രകാശിച്ച ഒരാളുടെ കിതാബാണ്, ഗ്രന്ഥമാണത്. അത് നിങ്ങൾ പാരായണം ചെയ്യണേ എന്ന്. ഹൃദയം പ്രകാശിച്ചിട്ടുള്ള ഒരാളുടെ എഴുത്താണത്, ഗ്രന്ഥമാണ്. അത് നിങ്ങൾ പാരായണം ചെയ്യണേന്ന് ഗൗസുൽ നിങ്ങൾ പോലും പറഞ്ഞു പോയില്ലേ ബഹുമാനപ്പെട്ട ഗസാലി ഇമാമിനെ കുറിച്ച്? പരലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മശ്റാവൻ സഭയിൽ വെച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ സർവ്വ ഉമ്മത്തിനെയും കൊണ്ടുവരുന്ന സമയത്ത്, സർവ്വ അമ്പിയാക്കന്മാരുടെയും ഉമ്മത്തുകളെയും കൊണ്ടുവരുന്ന സമയത്ത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഐനൽ ഗസാലി, എന്റെ ഗസാലി എവിടെ എന്ന് വിളിച്ചു ചോദിക്കുന്ന ആ കൂട്ടത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഗസാലി ഇമാമിനെ, അഹ്മദുൽ ഗസാലി റളിയല്ലാഹു അൻഹുവിനെ, ബഹുമാനപ്പെട്ട ഗസാലി ഇമാമിനെ കൊണ്ടുവരുമ്പോ കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു കൊണ്ടുവരുമ്പോ, ആനയിച്ച് കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അമ്പിയാക്കന്മാരോടൊക്കെ, ഓ പ്രവാചകന്മാരെ, യാ മഅശറൽ അംബിയാ, ഓ പ്രവാചക സമൂഹമേ, നിങ്ങളുടെ ഏതെങ്കിലും പ്രവാചകന്മാരുടെ ആരുടെയെങ്കിലും സമുദായത്തിൽ ഇതുപോലൊരാളുണ്ടോ? ചോദിക്കുന്ന
ഒരു പ്രവാചകന്മാർക്കും കാണിക്കാൻ കഴിയില്ല. അത്തരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗസാലി ഇമാമിനെ മുൻനിർത്തിക്കൊണ്ട് അഭിമാനം പറയുമെന്നാ. ആരാണ് ഗസാലി ഇമാം? അത്രയും അവിടുത്തെ ചരിത്രം പറഞ്ഞാൽ നമുക്ക് തീർക്കാൻ സാധിക്കൂല. അത്ര വലിയ മഹാനല്ലേ അവര്. ഒരു കാലഘട്ടത്തിൽ പഴഞ്ചൊല്ല് പോലും ഗസാലി പറഞ്ഞു, ഗസാലി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവന് അപ്പീലില്ല. എന്തൊരു ബുദ്ധിമാനാണ് അവര്. ഏതൊക്കെ നിലക്ക് അവർ പറഞ്ഞ ശാസ്ത്ര സത്യങ്ങൾ പോലും ഇന്നിപ്പോ ശാസ്ത്രം കണ്ടുപിടിക്കണുള്ളൂ. എത്ര എത്ര തിയറികളാണ് മനസ്സിനെയും ബുദ്ധിയെയും റൂഹിനെയൊക്കെ അപഗ്രഥിച്ചുകൊണ്ട് എത്ര ഗ്രന്ഥങ്ങൾ അവർ എഴുതി. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, ലോകത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച്, അള്ളാഹുവിന്റെ അജായിബുകളെ കുറിച്ച് എന്തെല്ലാം നിലക്കുള്ള എത്ര എത്ര വിജ്ഞാനങ്ങളാണ് ബഹുമാനപ്പെട്ടവർ എഴുതി കൂട്ടിയത്. അത്ഭുതല്ലേ അവരുടെ ജീവിത ചരിത്രമൊക്കെ. അതുപോലെ ഒരു പണ്ഡിതൻ ലോകത്തുണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല, മുൻപുമില്ല പിൻപുമില്ല എന്ന്. അത്രയും വലിയ മഹാപണ്ഡിതൻ. ഞാൻ ദീപിപ്പിക്കുന്നില്ല. അങ്ങനെയുള്ള ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനവറുകൾ എണ്ണമറ്റ ഗ്രന്ഥങ്ങളുടെ രചയിതാവായിരിക്കുന്ന സമയത്ത് നിലാമിയ മദ്രസ യൂണിവേഴ്സിറ്റിയിലെ പ്രിൻസിപ്പളായിട്ട് ചെറുപ്രായത്തിൽ, നിലാമിയ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അന്നും ഇന്നുമുള്ള ഏറ്റവും വലിയ മഹത്തായ, ലോകത്ത് തന്നെ അറിയപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് നിലാമിയ യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയിലൊക്കെ ചെറുപ്രായത്തിൽ, വളരെ ചെറുപ്പത്തിൽ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിച്ച മഹാനാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ തുല്യതയില്ലാത്ത ആ ബുദ്ധി പ്രഭാവം, അറിവിന്റെ ആ പ്രഭാവം സർവരാൽ അംഗീകരിക്കപ്പെട്ടു. അത്രയും വലിയ മഹാൻ. ആ മഹാൻ ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു തന്റെ അനുജന്റെ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം ജുമാ ജമാഅത്തുകൾക്ക് വരല് വളരെ കുറവായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട ഗസാലി ഇമാം തന്റെ ഉമ്മയോട് പരാതി പറയുന്നുണ്ട് അനുജനെ കുറിച്ച്. അവൻ ജുമാ ജമാഅത്തുകൾക്കൊക്കെ പങ്കെടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഞാൻ ഇത്രയും വലിയൊരു സ്ഥാനത്തിരിക്കുമ്പോ അവനങ്ങനെ ജുമാ ജമാഅത്തുകൾക്കൊന്നും പങ്കെടുക്കാതിരിക്കുന്നത്. അങ്ങനെ ഉമ്മയുടെ നിർബന്ധപ്രകാരം അനുജൻ വന്നപ്പോൾ ഉമ്മ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഉമ്മയുടെ നിർബന്ധപ്രകാരം അദ്ദേഹം ജുമാക്ക് പോയി എന്നാണ്. ചരിത്ര വിശാലാണ്. അപ്പോൾ ചുരുക്കി പറയാം, ജുമാക്ക് പോയപ്പോ ജുമായിൽ ബഹുമാനപ്പെട്ട ഗസാലി ഇമാമാണ് ഇമാമ് നിൽക്കുന്നത്. അനുജൻ വന്ന് ജമാഅത്തിൽ പങ്കെടുത്ത് നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ രണ്ടാമത്തെ റക്അത്തായപ്പോഴത്തേനും ആള് കൈയഴിച്ച് പോയി, വീട്ടിലോട്ട് പോയി. അത് വലിയ കോലാഹലം സൃഷ്ടിച്ചു. കാരണം വന്നില്ലെങ്കിൽ ഇത്രേ ഉള്ളൂ, വന്നില്ല എന്നേ ഉള്ളൂ. വന്ന് പങ്കെടുത്തിട്ട് ഇടയിൽ വെച്ച് കൈയഴിച്ച് വീട്ടിൽ പോയി എന്ന് പറഞ്ഞാല് അത് വലിയ വിഷയമാണല്ലോ. അത് വലിയ ചർച്ചയായി. ഗസാലി ഇമാം വീട്ടിലേക്ക് മടങ്ങി ചെന്നിട്ട് ഉമ്മയോട് ചോദിച്ചു എന്നാണ്. എന്നോട് പറഞ്ഞു, ഉമ്മ വലിയ വിഷയമായി. അപ്പോ ഉമ്മയും ചോദിച്ചു തന്റെ മോനോട്, അനുജനോട്, നീ എന്താ പെട്ടെന്ന് പോകുന്നത്? ജുമാ കഴിഞ്ഞിട്ടില്ലല്ലോ, എന്താ പെട്ടെന്ന് പോകുന്നത്? അപ്പൊ പറഞ്ഞു അത്രേ, ഗസാലി അവിടെ രക്തത്തിൽ കിടന്ന് കുളിക്കുകയാണ്, അത് കാരണം ഞാനിവിടെ പോകുന്നു. രക്തത്തിൽ കിടന്ന് കുളിച്ചാൽ പിന്നെ നെജിസല്ലേ, നെജിസുള്ള ഒരാളെ നമ്മൾ എങ്ങനെ പിൻപറ്റും? ഇപ്പൊ ജുമാ ശരിയാവൂലല്ലോ. ഇമാമ് തന്നെ നെജിസിൽ കിടക്കുക, നെജിസിൽ കിടക്കുന്ന ഇമാമിന് ഞാനെങ്ങനെ പിൻപറ്റും? അപ്പൊ ഉമ്മ ശരിയാണ്, നെജിസിൽ കിടന്ന് കുളിക്കുന്ന ഒരു ഇമാമിനെ പിൻപറ്റിയിട്ട് ജുമാ കിട്ടൂലല്ലോ, ഞാനിവിടെ പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗസാലി ഇമാം കയറി വരുന്നത്. ഗസാലി ഇമാം ചോദിക്കുന്നുണ്ട്, ഉമ്മയോട് ചോദിക്കുന്നുണ്ട്, ഉമ്മ ഇന്ന് ആകെ കുടുങ്ങി, അവൻ വന്നില്ലെങ്കിൽ ഇത്ര കുഴപ്പമില്ലാതെ, വന്നപ്പോ ഇപ്പൊ ഇങ്ങനെ പ്രശ്നമായിരുന്നു. അവൻ പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, നീ രക്തത്തിൽ കിടന്ന് കുളിക്കുകയായിരുന്നു എന്നാണല്ലോ പറഞ്ഞത്, പിന്നെ എങ്ങനെയാ നിന്നെ പിൻപറ്റും എന്നാണല്ലോ ചോദിച്ചത്. ആ വാക്ക് ബഹുമാനപ്പെട്ട ഗസാലിയുടെ ഹൃദയത്തിൽ കൊണ്ടു. മഹാനൊക്കെ ചിന്തിച്ചുപോയി. അവൻ പറഞ്ഞ വാക്ക്, അനുജൻ പറഞ്ഞ വാക്കൊക്കെ ചിന്തിച്ചുപോയി. രക്തത്തിൽ കിടന്ന് കുളിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഗസാലിയാണ് ഓർമ്മ വന്നത്. അന്നും ബഹുമാനമുള്ള ഗസാലി ഇമാം വസീത്തും വജീസൊക്കെ അങ്ങനെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്ന കാലഘട്ടം. ഇന്നും അതേ ഗ്രന്ഥങ്ങളല്ലേ ലോകത്ത് അവൻ അവലംബമായിട്ടുള്ളത്. ഇന്നും ഗസാലി ഇമാമിനെ മാറ്റിവെച്ചിട്ട് ഫിഖ് ഇല്ലല്ലോ. ഗസാലി ഇമാമിന്റെ ഗ്രന്ഥങ്ങൾ മാറ്റിവെച്ചിട്ട് ഫിഖ് ഇല്ലല്ലോ. അപ്പോ ഗസാലി ഇമാമൊക്കെ ആ ഒരു ഗ്രന്ഥങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഹൈലിന്റെ മസലയായിരുന്നു ആ സമയത്ത്. അപ്പോ നിസ്കാരത്തിന്റെ ഇടയിൽ ഈ ഒരു ഹൈലിന്റെ മസല കയറും. ഹൈലിന്റെ മസല നിങ്ങൾക്ക് അറിയാലോ, രക്തം 5 ദിവസം കൂടുതൽ പോയാൽ എന്താവും, ഒരു ദിവസത്തിൽ കുറവ്, അങ്ങനത്തെ ചില കെട്ടിക്കുടുക്കുള്ള മസലകളൊക്കെ ഉണ്ടല്ലോ. ആ ഒരു മസലയുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകൾ ഗസാലി ഇമാമിന്റെ ഹൃദയത്തിലേക്ക് വന്നു എന്നാണ്. രണ്ടാമത്തെ റക്അത്തായി സത്യാണ് വന്നിട്ടുണ്ട്. പക്ഷേ
അത് സ്വാഭാവികമാണ്, നമുക്ക് എല്ലാവർക്കും. മുസലിമിനൊന്നല്ല, മൊത്തത്തിൽ നമ്മുടെ അവസ്ഥകൾ അങ്ങനെയാണല്ലോ. ആരാണെങ്കിലും ഹൃദയത്തിലേക്ക് അങ്ങനെ പല ചിന്തകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതൊരു തെറ്റല്ല, അത് അത്രയും വലിയ ഉന്നത സ്ഥാനത്തുള്ള മഹാന്മാർ അല്ലാഹുവിലേക്ക് വാസിലാവുമ്പോൾ മാത്രമാണ് ഇതൊക്കെ സംഭവിക്കാതിരിക്കും. സൃഷ്ടാവിനെ മാത്രം ഓർക്കുക, സൃഷ്ടികളെല്ലാം മറക്കാന്നുള്ളത് അള്ളാഹുലേക്കുള്ള ഫനായിന്റെ ഒരു അർത്ഥമാണ്. അപ്പോ ഗസാലി നമ്മൾ ഇത് കേട്ടപ്പോ എന്റെ അനുജൻ എങ്ങനെ ഇത് അറിഞ്ഞു, എന്റെ അനുജൻ എങ്ങനെ മനസ്സിലായി, എന്റെ ഹൃദയത്തിൽ ഉദിച്ച ഈ ഒരു ചിന്ത എങ്ങനെ എന്റെ അനുജൻ അറിഞ്ഞു? അങ്ങനെയാണ് ഗസാലി മനസ്സിലാക്കിയത്. നാം മനസ്സിലാക്കുന്ന ഇൽമിന്റെ അപ്പുറത്ത് ഇൽമുണ്ട്, നാം ചിന്തിക്കുന്ന ചിന്തകൾക്ക് അപ്പുറത്ത് ഇൽമുണ്ട്. യഥാർത്ഥ ഇൽമ് അത് ഇതൊന്നല്ല, ഇനിയുണ്ട് എന്ന് ചിന്തിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ്. അങ്ങനെ ബഹുമാനമുള്ളവർ ഒരു ഗുരുവിനെ അന്വേഷിച്ചു, ഒരു ഗുരുവിനെ തേടിപ്പോയി. അങ്ങനെ അവസാനം ഒരു ഗുരുവിനെ കിട്ടിയതാരാന്നറിയോ നിങ്ങൾക്ക്? ചരിത്രം അത്ഭുതമല്ലേ, എന്നും രേഖപ്പെട്ട് കിടക്കുകയല്ലേ. ഗസാലി ഇമാമിന് കിട്ടിയ ഗുരുവരെന്നറിയോ? ഒരു ചെരുപ്പ് കുത്തി. ആ നാട്ടിലെ ഒരു ചെരുപ്പ് കുത്തി, ഒരു വിവരമില്ലാത്ത ഒരു ജാഹിലെന്ന് ആളുകൾ പറയപ്പെടുന്ന രീതിയിലുള്ള ഒരു ചെരുപ്പ് കുത്തി. അദ്ദേഹത്തെയാണ് ഗുരുവായിട്ട് സ്വീകരിക്കാൻ പോകുന്നത്. അങ്ങനെ ചെന്നു, ചെരുപ്പ് കുത്തിയായിട്ടുള്ള ആളെ ഗുരുവായി സ്വീകരിക്കാൻ വേണ്ടി ചെന്നപ്പോ തന്റെ ഗുരു പറയാ, അപ്പോഴത്തേക്കും ആളുകൾ പറഞ്ഞു തുടങ്ങി ഗസാലിക്ക് ഭ്രാന്തായെന്ന് പറഞ്ഞു. അത്രയും സ്ഥാനത്തുള്ളൊരു മഹാനെ ഒരു ചെരുപ്പുത്തിനെ കാണാൻ വേണ്ടി പോവാ, ചെരുപ്പത്തിന്റെ ശിഷ്യത്തെ സ്വീകരിക്കാൻ വേണ്ടി പോവുക. എന്നിട്ടോ അവിടെ ചെന്നപ്പോ ചരിത്രം വിശാലാട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ ഹൗദുൻ നഫ്സിനെ പറ്റി പറയാനാ ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ടു. അപ്പോ ചെരുപ്പുത്തിയായ മഹാൻ ഗസാലി അവിടെ ചെന്നപ്പോ പറഞ്ഞു, അവിടെ ഇങ്ങനെ കുറെ കാട്ടങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. റോഡിന്റെ സൈഡിലാണ് ചെരുപ്പുത്തികൾ ഇരിക്കുക, കാട്ടം കിടക്കുന്നുണ്ട്, മ്ലേച്ഛമായ കുറെ സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഗസാലി അവരോട് പറഞ്ഞു, അതൊന്നാണ് വൃത്തിയാക്കാൻ പറഞ്ഞു. ആലോചിച്ച് നോക്കും, അവർക്ക് ഖിദ്മത്തെടുക്കാൻ സേവകൻ എത്രയാണ്. ഗസാലി ഇമാമിന് ഖിദ്മത്തെടുക്കാൻ എത്ര പണ്ഡിതന്മാരാണ് സേവകന്മാരായിട്ടുള്ളത്. അത്ര വലിയ മഹാനല്ലേ. ആ ഗസാലി ഇമാമിനോട് തന്റെ ഗുരുനാഥൻ പറയുന്നത് അവിടെ കിടക്കുന്ന കാട്ടൊന്ന് അടിച്ചു വരാൻ. കാട്ടം അടിച്ചു വരാൻ വേണ്ടിയിട്ട് എന്തോ ഒരു വസ്തു എടുക്കാൻ അല്ലല്ല, കൈ കൊണ്ടാണ് അടിച്ചു വരിക്കോ, കൈ കൊണ്ടാണ് അടിച്ചോളാൻ പറയും. കൈ കൊണ്ട് നജസ് തൊടാൻ പാടില്ലല്ലോ, ഹറാമല്ലേ. ആ മസ്അല അവിടെ ചോദിക്കാൻ പറ്റൂല. കാരണം തന്റെ ഗുരുനാഥൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് അത് ഗുരുനാഥനാണ് അറിയുന്നത്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? തർബിയത്താ, എന്താണ് അതിന്റെ രഹസ്യം? അതാണ് ഹദുൻ നഫ്സിനെ ഇല്ലാതെ ചെയ്യാനെങ്കിൽ അത് ഒരു മുറബ്ബിയായ ശൈഖിന് മാത്രം സാധിക്കും, അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ബഹുമാനപ്പെട്ട ഗസാലി ഇമാം ആ കാട്ടെങ്ങനെ അടിക്കാൻ നേരത്ത് അടിച്ചു വാരിയപ്പോ കുപ്പായ കൈ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന കുപ്പായ കൈ ആ കാട്ടത്തിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്വാഭാവികം താന്ന് കിടക്കുകയാണല്ലോ, അതിങ്ങനെ കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറ്റിയപ്പോ ഗുരുവിന്റെ അടുത്ത വാക്ക് വന്നു, കുപ്പായ കൈയിലൊന്നും ആരാധിക്കണ്ട, അതങ്ങനെ തന്നെ കിടന്നോട്ടെ. എന്താ പറഞ്ഞേ? കുപ്പായ കൈയിനൊന്നും ആരാധിക്കണ്ട, അതങ്ങനെ തന്നെ കിടന്നോട്ടെ. അത് ആയിക്കോട്ടെ. അപ്പൊ കുപ്പായ കൈ അങ്ങനെ തന്നെ വെച്ചിട്ട് അടിക്കാൻ തുടങ്ങി. അപ്പൊ അതുമേ ആയി, അനജുസൊക്കെ അതുമേ ആയി, അതിനൊന്നും ആരാധിക്കണ്ട, അങ്ങനെ കിടന്നോട്ടെ. നമ്മൾ എന്താ പിന്നെ അർത്ഥം വെക്കുക? നജിസാക്കിലെ ആരാധന അങ്ങനെയല്ല അവിടെ വിഷയം നടക്കുന്നത്. അവിടുത്തെ വിഷയം മറ്റൊന്നാണ്. അത് കഴിഞ്ഞപ്പോ പറഞ്ഞു, സ്വീകരിക്കാം, കഴുത്തിക്കൂടെ ഒരു മാലിടണം. മാലിടണം എന്ന് പറഞ്ഞാല് ചിരട്ടയില്ലേ, ചിരട്ട പോലത്തെ സാധനം ഇങ്ങനെ കുത്തിയിട്ട് ഓട്ടയാക്കിയിട്ട് ചിരട്ടയുടെ മാല കഴുത്തിക്കൂടെ ഇട്ടിട്ട് ഒന്ന് റോട്ടിൽ കൂടെ കറങ്ങി തിരിച്ചു വന്നു ടൗണിൽ കൂടെ. നിവൃത്തിയില്ല, ചെയ്യേണ്ടി വന്നു, ചെയ്തു. എന്തിനങ്ങനെ ചെയ്യിപ്പിക്കുന്നത്? എന്തിനാ ചെയ്യിപ്പിക്കാൻ കാരണം? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹൗദുൻ നഫ്സ്, നഫ്സിനെ കൊല്ലുക എന്ന് പറയുന്ന ആ ഒരു കർമ്മം, അതൊരു മുറബ്ബിയായ ശൈഖ് വേണം തന്റെ ശിഷ്യന് ചെയ്തു കൊടുക്കാൻ. തന്റെ ശിഷ്യന്റെ ആ അമ്മാറത്തിനെ കൊല്ലണമെങ്കിൽ ആ നഫ്സിനെ കൊന്ന് എന്ന് പറഞ്ഞാൽ നഫ്സിന്റെ ആ ഇച്ഛ, കടിച്ച നഫ്സ് എന്ന് പറയുന്ന ഏറ്റവും വലിയ നമ്മുടെ ശത്രു, അതിനെ കൊന്ന് എന്നാൽ മാത്രം അല്ലാഹുവിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. അതൊരാൾക്കും സ്വന്തം കഴിയില്ല, സ്വന്തം കഴിയേയില്ല, ഒരിക്കലും കഴിയില്ല. അതൊരു മുറബ്ബിയായ ശൈഖിൽ നിന്ന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഒരു മുറബ്ബിയായ ശൈഖിനെ പിൻപറ്റണം. എന്നാൽ മാത്രമാണ് നമ്മുടെ നഫ്സിന്റെ ആ ഹദുൻ നഫ്സിനെ എല്ലാം ഒഴിവാക്കി, നഫ്സിനെ എല്ലാം, അതാണ് നഫ്സിനെ കൊന്നിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയമായ കൊലപാതകം കേട്ടോ. ഇനി അത് വേറെ ക്ലിപ്പെടുത്താനും പറയണ്ട. നഫ്സിനെ കൊല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നഫ്സിന്റെ ആ തടീച്ചകളെ നഫ്സ് എന്ന് പറയുന്ന ആ ഒരു ശൈത്വാനിയായ ഒരു രൂപം നമ്മുടെ ഉള്ളിൽ അറിയാതെയുണ്ട്. ഞാൻ എന്ന് പറയുന്ന ആ ഭാവമുണ്ട്, അതിനോട് കൊല്ലണം.
നിഷ്കാസനം ചെയ്യണം. അപ്പോഴേ അള്ളാനെ കാണാൻ കഴിയുള്ളൂ, അതിലേക്ക് എത്താൻ കഴിയുള്ളൂ. അതിന് മുറബിയായ ശൈഖ് വേണം, അതിനൊരു ഗുരു വേണം. അതാണ് ഇതിന്റെ കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അള്ളാഹുവിലേക്ക് വാസിലാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല അത്തരത്തിലുള്ള ഗുരുക്കന്മാരെ കൊടുത്ത് അനുഗ്രഹിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ മുറബിയായ ഗുരുക്കന്മാരെ നൽകി അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ. നൽകിയവർക്ക് അതിനെ പിൻപറ്റാനും പൂർണ്ണമായി നിലനിർത്തുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.